അവസാനമായി ഇവിടുന്ന് പോയ തന്ത്രിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അത് മതി. തന്റെ മകളുടെ കല്യാണം ഉറച്ചെന്ന് കേട്ടു. ചെലവുണ്ടാവൂല്ലേ? കയ്യിലുള്ളത് തികയാഞ്ഞിട്ടാവും തിരുവാഭരണം കെട്ടത്. എന്റെ ഇങ്ങനെ എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്നാ തിരുമേനിക്ക് ഞാനൊരു കൊച്ചു ഉമ്മൻ തരട്ടെ? തിരുവാഭരണം എവിടെയുണ്ടെന്ന് പറയോ? വാസുവിനും എനിക്കും നിനക്കും മാത്രം ഇതറിയും, മറ്റൊരു ചെവി ഇതറിയരുത്. ഇല്ല. ഈ കച്ചവടത്തിൽ എന്ത് ലാഭമാണ് നിനക്ക് വേണ്ടത്? നീ പറഞ്ഞാൽ മതി. എനിക്ക് ലാഭമൊന്നും വേണ്ട. കൃഷ്ണൻകുട്ടി മേനോന്റെ പേരിലുള്ള തറവാട് എന്റെ പേരിലാക്കി തന്നു. ദേവന്റെ കൃപ കൊണ്ട് തന്നെയാ ആ ദ്രോഹി തന്ത്രിയെ പിടിച്ചു കൊടുക്കാനും ഇവിടത്തേക്ക് കഴിഞ്ഞത്. ദേവന്റെ മുതൽ കട്ടവരൊക്കെ മുടിഞ്ഞു പോകുകയുള്ളൂ. ഞാനത് അമ്പലത്തിൽ ഏതെങ്കിലും മൂലിക്ക് കൊണ്ടിട്ടേക്കാം. വലിയ ശല്യമല്ലോ. എടാ നിന്റെ കയ്യിലില്ല, അത് എത്രയിടത്ത് എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചപ്പോഴും കിട്ടില്ല. ശിവ, എങ്ങനെയെങ്കിലും അത് തിരിച്ചതാ. ദൈവശാപം കിട്ടും. പിന്നെ ദൈവശാപം മാങ്ങാത്തുളി. അറിയണ്ടേ തന്ത്രി ചുമ വെച്ചത്? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? അമ്പലത്തിൽ പുണ്യം തേടി വരുന്നവരാണ് അധികവും. ചെയ്ത തെറ്റിലെ പശ്ചാത്തലച്ചാണ് അവരവിടെ എത്തുന്നത്. ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത്. ആ പണം നല്ല കാര്യത്തിലാണ് ഉപയോഗിക്കാൻ. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഞാൻ എതിർക്കും. ഒരുപാട് നാളെ വർത്താൻ എന്നോട് പറയുന്നത്. കഷ്ടപ്പെട്ട് സെക്രട്ടറി ആക്കിയിട്ട് ഇവരിപ്പോ നമുക്ക് പറയാം. വേറെയും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പലതും നിങ്ങൾക്ക് വേണ്ടി, തട്ടിപ്പ് മോഷണം വരെ. ഇനി എന്നെ അതിന് കിട്ടില്ല. ദേവന്റെ മുതൽ കൊള്ളയടിക്കാൻ. ഇതൊക്കെ പറയാൻ നീ ആരാ? ദേവസ്വം ബോർഡിന്റെ തറവാട്ട് വകയൊന്നുമല്ല. ക്ഷേത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാ. മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്നൊക്കെ വിളിച്ചു പോവുകയായിരുന്നു. നിനക്കൊന്നും അവിടെ ഭരിക്കാനുള്ള അർഹതയില്ല.